വന്യജീവി ആക്രമണം തുടരുന്ന വയനാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്നെത്തും. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് UDF MLA-മാർ ആരോപിച്ചു. കർണാടകയുടെ ആന, കർണാടക റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന കേരളക്കാരനെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്തിന് കർണാടകയുടെ പണമെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ വലിയ ഹീനമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന BJPയുടെ മന്ത്രി ഈ വയനാട്ടിൽ വരുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ സമഗ്രതലത്തിൽ ഇടപെടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തിയാവും വരുന്നത്. ജനം ആട്ടി ഓടിക്കും. വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ളൊരു ഫീലിംഗായി നിൽക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനമായി യോജിച്ച തീരുമാനങ്ങളെടുത്ത് വയനാടൻ കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യവും നിയമ ഭേദഗതിയും കൊണ്ടുവരേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായ പദ്ധതി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലിക്കാട്ടാന ബേലൂർ മഖനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ആനയെ പിടികൂടാൻ കേരള കർണാടക വനം വകുപ്പുകൾ സംയുക്ത പദ്ധതി തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, കേന്ദ്രമന്ത്രി എപ്പോൾ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിരിക്കുന്നുവെന്നും പറയാമല്ലോ. അനുജ, വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങൾ ദേശീയ തലത്തിലേക്ക് കൂടി ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിയാണ് വയനാട് ജില്ലയിലെ MP. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലേക്ക് എത്തും. 5:30 അദ്ദേഹം ജില്ലയിലേക്ക് എത്തുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂലം കർണാടക സർക്കാരിൻ്റെ റേഡിയോ കോളർ ധരിപ്പിച്ച ആനയാണ് ബേലൂർ മഗ്നയുടെ ആക്രമണത്തിലാണ് പടമലയിലെ അജീഷ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ 15 ലക്ഷം രൂപ ഈ അജീഷിൻ്റെ കുടുംബത്തിന്, പടമലയിലെ അജീഷിൻ്റെ കുടുംബത്തിന് ധനസഹായം ലഭിച്ചിട്ടുണ്ട്. അതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ കർണാടകത്തിലെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതൊരു രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന തരത്തിലായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനമുണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 5:30 എത്തും. 5:45 പാർട്ടി പ്രവർത്തകരുടെ മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ മരിച്ച വീടുകളിൽ സന്ദർശനം നടത്തുക. അതിനിടെ ഈ വനം പരിസ്ഥിതി മന്ത്രിയുടെ ഈ വയനാട് ജില്ലയിലേക്കുള്ള സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അത് രാഹുൽ ഗാന്ധിക്കെതിരാണെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം 5:45 ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 6:30 മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും 7:15 പാക്കത്തെ പോളിന്റെ വീട് സന്ദർശിക്കുക. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എത്തുന്നു.